ആദ്യം ഞാൻ BJP പ്രതിനിധിയിലേക്ക് പോകുന്നു. പി ശ്യാംരാജ്, ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 11ാം ദിവസം വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട് തെളിവുകൾ നിരത്തിയുള്ള രാഹുൽ ഗാന്ധിയുടെ പവർ പോയിന്റ് പ്രസന്റേഷന് 11ാം ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകുമ്പോൾ ചോദ്യങ്ങൾക്ക് മുഴുവൻ ഉത്തരം നൽകുന്നുണ്ടോ? ഏതൊക്കെ ചോദ്യമാണ് സ്മൃതി ചോദിച്ചത്? ഏത് ചോദ്യത്തിനാണ് ഉത്തരം നൽകേണ്ടത്? ഇത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും സ്മൃതിയും ഇരുന്നിട്ട് ഇത്തരം ചോദ്യങ്ങളൊക്കെയാണ്, ഇതൊക്കെ വലിയ വാലിഡ് ചോദ്യങ്ങളാണ്, ഇതിനൊക്കെ ഉത്തരം കൊടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. ഞാനൊരു 2-3 ചോദ്യങ്ങൾ വായിക്കാം. അതിൻ്റെ ഉത്തരം സ്മൃതിക്ക് മനസ്സിലാക്കി സ്മൃതി ഒന്ന് എനിക്ക് പറഞ്ഞു തരണം. രാഹുൽ ഗാന്ധി ചോദിച്ച 2-3 ചോദ്യം ഞാൻ വായിക്കാം. 1, വ്യാജ വോട്ടും കൃത്രിമത്വവും നടക്കുന്നത് എന്തുകൊണ്ട്? 2, പ്രതിപക്ഷ നേതാക്കളെ ഭയപ്പെടുത്തുന്നത് എന്തുകൊണ്ട്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ ഏജന്റായി മാറിയോ? ഇതിനൊക്കെ എങ്ങനെ ഉത്തരം പറയും? ഇത് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളാണ്. ഇപ്പൊ സ്മൃതി ഇവിടെ ഇരുന്ന് പറയുന്ന കാര്യങ്ങൾ മൊത്തം മണ്ടത്തരമാണെന്ന് എനിക്കും ഈ പാനലിലെ എല്ലാവർക്കും അറിയാമോ എന്ന് സ്മൃതിയോട് ചോദിച്ചാൽ എന്താ പറയാ? അതൊരു ഇൻവാലിഡ് ചോദ്യമാണ്. അങ്ങനെ ഒരു ചോദ്യമേ ഇല്ല. അത് നിങ്ങളെ കൊടുക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നതല്ല, നിങ്ങളെ അപമാനിക്കാൻ വേണ്ടി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇവിടെ ആ ചോദ്യം തന്നെ പ്രശ്നമാണ്. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ ഏജന്റായി മാറിയോ എന്നെന്തോ ഒരു രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചാൽ അതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് മറുപടി പറയാനാണ്? അപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം, പറയേണ്ട കാര്യങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് ഉത്തരം കൊടുത്തിട്ടുണ്ട്. 1 ചോദിച്ച പ്രധാനപ്പെട്ടിട്ടുള്ള ചോദ്യം എന്തായിരുന്നു? എന്തുകൊണ്ടാണ് 0 എന്നുള്ള ആ വോട്ട് വീട്ടു നമ്പർ വന്നത് എന്നുള്ളതാണ് ചോദിച്ചത്. അതിൽ സ്മൃതിയുടെ ഇൻട്രൊഡക്ഷൻ ഞാൻ കേട്ടു. അതിനകത്ത് തന്നെ നമ്മൾ ഈ സ്കൂളിലെ കുട്ടികളും കോളേജിലെ കുട്ടികളും ഇങ്ങനെ വെറുതെ തർക്കിക്കുന്ന പോലെ തർക്കിക്കരുത്. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ 10 വർഷത്തിനകത്ത് ഈ രാജ്യത്ത് എന്തൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. 4.5 കോടിയിലധികം ആൾക്കാർക്ക് വീട് കൊടുത്തു കഴിഞ്ഞു എന്നേ. അതിന്റെ ഒപ്പം ഇനിയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി പേരുണ്ട്, അവരുടെ ഒക്കെ വീട്ടിൽ നമ്പർ 0 അതിനകത്ത് നിങ്ങളുടെ വാദത്തിനാണ് പ്രശ്നം. സബ്കാ സാത്ത് സബ്കാ വികാസ് ഇതുവരെ നടന്നിട്ടില്ലേ? സ്മൃതി പറഞ്ഞാണല്ലോ, ഇൻട്രൊഡക്ഷൻ പറഞ്ഞാണല്ലോ, എന്നോ ഈ നാട്ടിൽ ഇതുവരെ വികസനം നടന്നിട്ടില്ലേ? നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റം. ഞാൻ പറഞ്ഞോട്ടെ, എന്നാര് പറഞ്ഞു? സബ്കാ സാത്ത് എന്ന് തന്നെയാണ് വേണ്ടത് സ്മൃതി. 100 കോടി 140 കോടി ജനങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായിട്ടുള്ള റഷ്യയുടെ ടോട്ടൽ പോപ്പുലേഷൻ എത്രയാ? 15 കോടി. അമേരിക്കയുടെ ടോട്ടൽ പോപ്പുലേഷൻ എത്രയാ? 32 കോടി. നമ്മുടെ ഒരു സ്റ്റേറ്റിലുണ്ട് അത്രയും പോപ്പുലേഷൻ. വിഷയത്തിലേക്ക് ഞാൻ വരുന്നു. ഇവിടെ കാരണം എന്താണ്? 0 എന്നുള്ള വീട്ടു നമ്പർ ഉണ്ടാകാനുള്ള കാരണമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് എന്താണ്? അത് അത്തരത്തിൽ നമ്മുടെ വീടില്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും പാലത്തിന്റെ അടിയിൽ കിടന്നിറങ്ങുന്ന ആൾ, അവരെ വരെ വോട്ട് ചെയ്യിക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് സാധിച്ചു. അത് കേരളത്തിലും വന്നിട്ടില്ലേ? കേരളത്തില് കോഴിക്കോട് കോർപ്പറേഷനകത്ത് ഒരു വീട്ടു നമ്പറിൽ തന്നെ 327 തുടർന്നു, അങ്ങനെ വന്നിട്ടില്ലേ? അപ്പോൾ സ്മൃതി തിരിച്ചു ചോദിക്കുക, എന്താ എവിടെ പോയി നമ്മുടെ വികാസം? എല്ലാം ശരിയായിട്ട് എന്താ ശരിയായില്ല എന്ന് തിരിച്ചു ചോദിക്കൂ. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില കാര്യങ്ങളാണ്. ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിച്ചിട്ടുള്ളത് മുഴുവൻ ആളെ കൊണ്ടും വോട്ട് ചെയ്യിക്കുക എന്നുള്ളതാണ്. ഇനി ഞങ്ങൾ തുടക്കം മുതൽ പറയുന്ന ഒരു പോയിന്റ് ഇത് തന്നെയാണ്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയും അല്ലെങ്കിൽ ഇതര രാഷ്ട്രീയ കക്ഷികളൊന്നും തുടക്കത്തിൽ ഒരു ആരോപണം ഉന്നയിക്കാതിരുന്നത് ഈ 0 കൂട്ടിയുള്ള വീട്ടു നമ്പറുകളിൽ പോലും? കാരണം അവിടെയുള്ള കോൺഗ്രസിന്റെയും ഇതര രാഷ്ട്രീയ കക്ഷികളുടെയും ലോക്കൽ പ്രവർത്തകർക്ക് അറിയാമായിരുന്നു ഇതിങ്ങനെയാണെന്ന്. ഇതിങ്ങനെയാണ്, ഈ ആളുകളെ അവർക്ക് പരിചയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ആരോപണം ഉന്നയിക്കാതിരുന്നത്. ഇനി അതിനുശേഷം മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ശ്രീ രാഹുൽ ഗാന്ധി പുതിയ ആരോപണമായിട്ട് ഉന്നയിച്ചുകൊണ്ട് വരികയാണ്. പിന്നെ ഇത്തരത്തില് ഈ ഈ കാര്യങ്ങളൊക്കെയാണ് പറയാൻ വേണ്ടിയിട്ട്, വാലിഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ളത്. മഹാരാഷ്ട്രയിലെ കാര്യം പറഞ്ഞു. മഹാരാഷ്ട്രയിലെ കാര്യങ്ങൾ എടുത്തെടുത്ത് ഈ കോൺഗ്രസ് പാർട്ടി ചോദിക്കും. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ഒരു 5 വർഷത്തിനകത്ത് ഈ രാജ്യത്ത് എത്ര തെരഞ്ഞെടുപ്പുകൾ നടന്നു? ആ നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഏതൊക്കെ സ്റ്റേറ്റിലാന്നേ? BJP ജയിച്ച സ്റ്റേറ്റുകളിൽ അതുകൊണ്ടാണ് BJPയുടെ അസാധാരണ ജയത്തിലുണ്ടായ സംശയമാണല്ലോ ഒരു അന്വേഷണത്തിലേക്ക് പോകാനുള്ള കാരണമായിട്ട് രാഹുൽ പറയുന്നത്. ഒറ്റ കാര്യമേ ഉള്ളൂ. അല്ലല്ല ശ്യാംരാജ്, ഇത് കണക്കുകൾ അല്ലല്ല ശ്യാംരാജ്, രാഷ്ട്രീയമായി രാഹുൽ ഗാന്ധി ചോദിച്ച 5 ചോദ്യങ്ങൾ അതവിടെ നിൽക്കട്ടെ. താങ്കൾ പറഞ്ഞ ശരിയാണ്. അതിനെങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയുക? അതവിടെ നിൽക്കട്ടെ. രാഷ്ട്രീയ പാർട്ടികൾ പറയേണ്ട മറുപടി ആയിരിക്കാം. പക്ഷേ ഈ പറയുന്നുണ്ടല്ലോ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 4 മാസത്തിന് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1 കോടി പുതിയ വോട്ടർമാർ വരികയാണ്. ഈ 1 കോടി പുതിയ വോട്ടർമാർ മുഴുവൻ BJPക്ക് വോട്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു സംഭവവികാസം, അങ്ങനെയുള്ള ഒരു പ്രതിഭാസം, അത് ഇലക്ഷൻ കമ്മീഷന്റെ മാജിക് ആണെന്ന് പറയുന്നു. അപ്പോൾ അതിനൊക്കെ അതൊരു ചോദ്യം പരിഹസിക്കാനാണെങ്കിൽ കൂടി അതിന് മറുപടി വേണ്ടേ? മറുപടി പറഞ്ഞോ കമ്മീഷൻ?
എന്റെ ചോദ്യം സ്മൃതി, ആ മുഴുവൻ ആളുകളും BJP തന്നെയാണോ വോട്ട് ചെയ്തത്? അത് ആര് പരിശോധിക്കുന്നേ? ആരോപണം അങ്ങോട്ട് ഉന്നയിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കണ്ടേ? 45 ദിവസം കഴിഞ്ഞാൽ കട അടച്ചു പൂട്ടി ഇനി ചോദിക്കാൻ നിൽക്കണ്ട എന്ന് പറയുന്നതിൽ എന്ത് മര്യാദയാണുള്ളത്? അത് ശരിയായ ഉത്തരമാണോ? മാത്രമല്ല വോട്ട് കൊള്ള എന്നൊക്കെ പറയുന്ന ഭരണഘടനാ വിരുദ്ധമാണ് അദ്ദേഹം പറയുന്നു. അന്വേഷണം നടത്തില്ല എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത്. അന്വേഷണം നടത്തില്ല, അതെന്തൊരു മറുപടിയാണ്? സ്മൃതി, ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇത് ഈ 45 ദിവസം കഴിഞ്ഞാൽ കടയടച്ചു പൂട്ടും എന്നൊക്കെ രാഷ്ട്രീയപരമായിട്ട് രാഹുൽ ഗാന്ധിക്ക് ഉന്നയിക്കാം. സ്മൃതിയെ പോലെ നിഷ്പക്ഷയായിട്ടൊരു മാധ്യമ പ്രവർത്തകർക്ക് എങ്ങനെ ഉന്നയിക്കാൻ കഴിയും? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയാനുള്ള കാരണം എന്താണെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയാനുള്ള കാരണം എന്താണ്? സുപ്രീം കോടതിയുടെ ഓർഡർ ഉണ്ടെന്ന്. 2019 ഇവർ കമൽനാഥ് സുപ്രീം കോടതി അല്ലല്ല, നമുക്ക് അതിൽ ക്ലാരിറ്റി വരുത്തി പോകാം. നമുക്ക് നമ്മുടെ കൂടെ സുപ്രീം കോടതി അഭിഭാഷകരുണ്ടല്ലോ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.